സ്വാഗതം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഇനി ജസ്റ്റ് 27 ഡേയ്സ് ഉള്ളി. ഈ 27 ദിവസം വളരെ അർത്ഥവത്തായി വിവേകപൂർവം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് നേടാം നല്ല മാർക്ക് ഹയർ സെക്കൻഡറി എക്സാമിനേഷന്. തീർച്ചയായും മാത്തമാറ്റിക്സിലെ ഫോക്കസ് ഏരിയ മാത്രം ഭംഗിയായി പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് 21 ഡേയ്സിൽ മാത്തമാറ്റിക്സിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് 21 ഡേയ്സ് കൊണ്ട് മാത്തമാറ്റിക്സിലെ ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട കംപ്ലീറ്റ് പോർഷൻസും എങ്ങനെ പഠിക്കണം എന്നതിനുള്ള ഒരു ടൈം ടേബിൾ ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായുള്ള ഡാറ്റാസ് ഒക്കെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, അത് പിന്നാലെ സംസാരിക്കാം. സോ നമ്മൾ ഇന്ന് മുതൽ 13-ാം തീയതി മുതൽ പഠിച്ച് തുടങ്ങുകയാണ്. അതായത് ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ നമ്പർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ രണ്ട് പോർഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, മറ്റൊന്ന് കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ്. ഈ രണ്ട് പോർഷനും രണ്ട് വീഡിയോസ് ആയിട്ട് എക്സാമിനേഷൻ റിവിഷൻ ക്ലാസ് എന്ന ഫോൾഡറിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ക്ലാസ്സും കണ്ടാൽ മതി. തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിലെ എക്സാമിനേഷന് ആവശ്യമായിട്ടുള്ള സംഗതികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 മണിക്കൂറിൽ താഴെയാണ് ഈ രണ്ട് എപ്പിസോഡിന്റെയും സമയം. അതായത് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ പോർഷൻസ് കണ്ടവസാനിപ്പിക്കാം. 1 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കുവാൻ ഉപയോഗിക്കാം. സോ ലെസ് ദാൻ 2 hours കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. അതായത് ഒരു ദിവസം ജസ്റ്റ് 2 hours പഠിച്ചാൽ മതി. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠിക്കുകയാണെങ്കിൽ 21 ഡേയ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്യാൻ സാധിക്കും. സോ 13-ാം തീയതി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ. നെക്സ്റ്റ് ഡേ 2 14 സൺഡേ, ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററും 2 എപ്പിസോഡായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എക്സാമിനേഷൻ റിവിഷൻ ക്ലാസ്സിൽ. ആ 2 ക്ലാസ്സും കണ്ടാൽ മതി, നിങ്ങൾക്ക് എക്സാമിനേഷൻ ആവശ്യമുള്ള സംഗതികളൊക്കെ കിട്ടും. സോ ആ 2 ക്ലാസ്സും പഠിക്കുവാൻ മാക്സിമം 1 മണിക്കൂർ മതി. ഒരു അരമണിക്കൂർ കൂടെ എക്സ്ട്രാ എടുത്തോളൂ. 1.5 മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാം. അതായത് ബാക്കിയുള്ള സമയം ബാക്കിയുള്ള സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയാണ്. 24 hours മാത്സ് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ജസ്റ്റ് 2 hours ഒരു ദിവസം പഠിച്ചാൽ മതി, നിങ്ങൾ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യും, യാതൊരു സംശയമില്ല. നെക്സ്റ്റ് ഡേ 3 15-ാം തീയതി മെട്രിസസ് എന്ന ചാപ്റ്റർ. നിങ്ങൾക്കറിയാം മെട്രിസസ് എന്ന ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിലെ ഏകദേശം കംപ്ലീറ്റ് പോർഷനും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മെട്രിസസ് എന്ന ചാപ്റ്റർ എക്സാമിനേഷൻ റിവിഷൻ ക്ലാസ്സിൽ 4 എപ്പിസോഡായിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ആ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് 2 ദിവസം നൽകുന്നു. മിടുക്കരായ കുട്ടികൾക്ക് 1 ദിവസം മതി, എനിക്കറിയാം. എങ്കിലും ഞാൻ 2 ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. 15-ാം തീയതി മെട്രിസസ്, 16-ാം തീയതി മെട്രിസസ്. ആദ്യത്തെ ദിവസം 2 എപ്പിസോഡ് കാണുക, അടുത്ത ദിവസം 2 എപ്പിസോഡ്. സോ 4 എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്നുള്ള 15 മാർക്കും നിങ്ങൾക്ക് കിട്ടിക്കഴിയും, യാതൊരു തർക്കവുമില്ല. ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. മെട്രിക്സിലെ ഏത് പ്രോബ്ലം തെറ്റാതെ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ 5 17-ാം തീയതി കൃത്യമായി പഠിച്ച് അവസാനിപ്പിച്ചു പോയാൽ നോ പ്രോബ്ലം. 17-ാം തീയതി ഡിറ്റർമിനൻസും ഒരു വലിയ ചാപ്റ്റർ ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എക്സാമിനേഷന് തെറ്റാൻ സാധ്യതയുണ്ട്. മോഡൽ എക്സാമിനേഷന്റെ ആൻസർ ഷീറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പലർക്കും ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ഒക്കെ ആൻസർ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ മിസ്റ്റേക്ക് ഒക്കെ ശരിയായി വരും. സോ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്റർ പഠിക്കാൻ ഞാൻ 2 ദിവസം തരുന്നു. ആ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്റർ 3 എപ്പിസോഡായിട്ടാണ് എക്സാമിനേഷൻ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ 3 എപ്പിസോഡ് 1.5 മണിക്കൂറിന്റെ എപ്പിസോഡ് പഠിക്കുവാൻ നിങ്ങൾക്ക് 2 ദിവസം ഞാൻ തരികയാണ്. സോ ആ സമയം വളരെ ഫലപ്രദമായി ഉപയോഗിച്ച് ആ ചാപ്റ്റർ ഭംഗിയായി പഠിക്കുക ആ 2 ദിവസം കൊണ്ട്. സോ ഡേ 5 ഡേ 6 ഡിറ്റർമിനൻസ്. നെക്സ്റ്റ് ഡേ 7 19-ാം തീയതി. പ്രശ്നക്കാരൻ വന്നു തുടങ്ങിയല്ലേ, ഇതുവരെ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആയിരുന്നു. 19-ാം തീയതി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ. അതിലും ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ പഠിക്കാനും ഞാൻ 2 ദിവസം നൽകുകയാണ്. 19-ാം തീയതിയും 20-ാം തീയതിയും 2 ദിവസം. ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ പോർഷൻസ്
ജസ്റ്റ് 4 എപ്പിസോഡായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് 2 മണിക്കൂറിൽ താഴെയുള്ള സമയമേ ആ വീഡിയോ കാണാൻ ആവശ്യമുള്ളൂ. ഒരു 2 മണിക്കൂറൂടെ നിങ്ങൾക്ക് പഠിക്കുവാൻ. ചുരുക്കി പറഞ്ഞാൽ 4 മണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ മാക്സിമം 5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ തറവായി പഠിക്കാൻ സാധിക്കും. ഇൻക്ലൂഡിംഗ് ഡെറിവേറ്റീവ്സിന്റെ ഫോർമുലാസ് ഉൾപ്പെടെ. ജസ്റ്റ് 5 hours മാത്രം നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചാൽ മതി. ഫസ്റ്റ് ഡേ 19-ാം തീയതി 2.5 മണിക്കൂർ മാറ്റിവെക്കുക, 20-ാം തീയതി 2.5 മണിക്കൂർ മാറ്റിവെക്കുക. കാരണം കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. 2 ദിവസമുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ഡേ 9 മാർച്ച് 21, 21-ാം തീയതി നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്റർ. ഒരു വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഫോക്കസ് ഏരിയയിൽ ജസ്റ്റ് 3 പോർഷൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ടാൻജൻസ് ആൻഡ് നോർമൽസ് ആൻഡ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ്. ഈ 3 പോർഷനും പഠിക്കുവാൻ ഞാൻ 2 days നിങ്ങൾക്ക് നൽകുന്നു. ജസ്റ്റ് 3 എപ്പിസോഡായിട്ടാണ് ഞാൻ ആ പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഡിഫറൻഷ്യബിലിറ്റി എന്ന പോർഷൻ ഭംഗിയായി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതിലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്ത് യാതൊരു പ്രശ്നവുമില്ലാതെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വർഷം ചോദിക്കാൻ സാധ്യത. സോ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്റർ പഠിക്കാൻ 2 ദിവസം ഞാൻ പ്രിഡിക്ട് ചെയ്യുന്നു. ഏതൊക്കെയാണ്? മാർച്ച് 21 മാർച്ച് 22. സോ പാർട്ട് 1-ലെ 6 ചാപ്റ്റേഴ്സ് പഠിക്കുവാൻ വേണ്ടി 10 ദിവസമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠിച്ചാൽ ആ 10 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 6 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. നെക്സ്റ്റ് ഡേ 11 23/3/2021 മാർച്ച് 23-ാം തീയതി നമ്മൾ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ അല്ലെ. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിലും വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ജസ്റ്റ് 3 എപ്പിസോഡ്സ് ആയിട്ടാണ് ഞാൻ അതിലെ ഫോക്കസ് ഏരിയയിലെ പോർഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ 3 എപ്പിസോഡ് മാത്രം കണ്ടാൽ ആ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല. കാരണം ബേസിക് ഇന്റഗ്രേഷൻ ഒരു എപ്പിസോഡ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ 4 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അത് പഠിച്ചുറപ്പിക്കാൻ എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്ന രീതിയിലാക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ എഫർട്ട് എടുക്കേണ്ടതുണ്ട്. സോ ആ ചാപ്റ്റർ പഠിക്കുന്നതിന് വേണ്ടി 2 ദിവസം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അതും 5 മണിക്കൂറാണ് അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടത്. ആദ്യത്തെ ദിവസം 2.5 മണിക്കൂറും നെക്സ്റ്റ് ഡേ 12ലും 2.5 മണിക്കൂർ മാറ്റിവെക്കുക. നിങ്ങൾക്ക് അത് പഠിച്ച് തീരുന്നില്ല എങ്കിൽ ഫസ്റ്റ് ഡേ 3 hours, സെക്കൻഡ് ഡേ 3 hours, അങ്ങനെ 6 മണിക്കൂർ വരെ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ നീക്കി വെക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ബേസിക് ഫോർമുലാസ് പഠിച്ചാൽ മതി. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കും. സോ 2 days ആണ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ പഠിക്കുവാൻ വേണ്ടി. നെക്സ്റ്റ് ഡേ 13 25/3/2021 മാർച്ച് 25-ാം തീയതി നിങ്ങൾ പഠിക്കുവാനുള്ളത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. സിമ്പിൾ ആപ്ലിക്കേഷൻ. ഏരിയ അണ്ടർ സിമ്പിൾ കർവ് ഒരൊറ്റ ആപ്ലിക്കേഷനേ ഉള്ളൂ. ജസ്റ്റ് 2 എപ്പിസോഡായിട്ട് ഞാൻ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് പഠിക്കാം, ഒത്തിരി സമയമൊന്നും വേണ്ട. 2 മണിക്കൂർ പഠിച്ചാൽ മതി ആ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. സോ ജസ്റ്റ് 1 day കൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ 14 ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാർച്ച് 26 അല്ലേ. ഡിഫറൻസിയേഷനും അറിയണം, ഇന്റഗ്രേഷനും അറിയണം. എങ്കിൽ മാത്രമേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. സോ നോ പ്രോബ്ലം. ജസ്റ്റ് 1 day ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കാം. കാരണം ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി അത് മനസ്സിലാക്കാൻ 5 മിനിറ്റ് മതി. പിന്നെയുള്ളത് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കി എങ്ങനെ സൊല്യൂഷൻ കാണാം. ഒരു പ്രോബ്ലം ഉറപ്പായിട്ട് ചോദിക്കും. അത് പഠിക്കുവാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. ജസ്റ്റ് ഒരു 2.5-3 മണിക്കൂർ മാക്സിമം 3 hours നീക്കി വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്റർ ഭംഗിയായിട്ട് പഠിച്ചവസാനിപ്പിക്കാം. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കത് പഠിച്ചവസാനിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നെക്സ്റ്റ് ഡേ 15 27/3/2021 മാർച്ച് 27-ാം തീയതി നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ വെക്ടർ ഓൾജിബ്ര. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് പോർഷൻസ് നിങ്ങൾ പഠിക്കുന്നതാണ് നല്ലത്. 6 എപ്പിസോഡായിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. പക്ഷെ എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൽ അത് ജസ്റ്റ് 3 എപ്പിസോഡ്സ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അത് കണ്ടാലും മതി. എക്സാമിനേഷൻ ആവശ്യമായ സംഗതികളൊക്കെ അതിനകത്ത് നിന്ന് കിട്ടും. സോ ആ ചാപ്റ്റർ പഠിക്കുവാൻ വേണ്ടി 2 ദിവസമാണ് മാറ്റിവെച്ചിരിക്കുന്നത്.
ഒത്തിരി ചെറിയ ചെറിയ ഫോർമുലാസ് ഉണ്ട്. അതുകൊണ്ടാണ് 2 ഡേയ്സ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. സോ ഡേ 15, ഡേ 16 നിങ്ങൾ പഠിക്കേണ്ടത് വെക്ടർ ഓൾജിബ്ര. നെക്സ്റ്റ് ഡേ 17ഉം ഡേ 18ഉം മാർച്ച് 29-ാം തീയതി മാർച്ച് 30-ാം തീയതി 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്റർ. കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ, പ്ലെയിൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 2 ദിവസം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ചാപ്റ്റർ 4 എപ്പിസോഡായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ 4 എപ്പിസോഡും ഈ 2 ദിവസത്തിനുള്ളിൽ കണ്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ മാർച്ച് 29, 30 എന്താണ്? 3 ഡയമെൻഷണൽ ജോമെട്രി. നെക്സ്റ്റ് ഡേ 19 മാർച്ച് 31. ഈ മാസത്തെ അവസാനത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. 1 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും, പ്രോബ്ലംസ് ചെയ്യാനും സാധിക്കും. മാക്സിമം 2 മണിക്കൂർ വരെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യുക. കൂടുതൽ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പ്രോബ്ലംസ് വളരെ ഭംഗിയായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. 6 മാർക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യുക. നെക്സ്റ്റ് ഡേ 20 ഏപ്രിൽ 1-ാം തീയതി. മാർച്ച് കടന്ന് ഏപ്രിലേക്ക് കിടക്കുകയാണ്. ഏപ്രിൽ 1-ാം തീയതി പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ പഠിക്കുക. ഏപ്രിൽ 2-ാം തീയതി പ്രോബബിലിറ്റി. അതിന്റെ ആവശ്യമില്ല. ഏപ്രിൽ 1-ാം തീയതി കൊണ്ട് തന്നെ പ്രോബബിലിറ്റി പഠിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് പോർഷൻസും റിവൈസ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് പഠിച്ച് തീരാത്തവർക്ക് വേണ്ടി 1 ദിവസം കൂടെ എക്സ്ട്രാ തരുന്നു. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ 2 പോർഷൻ, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. 4 ചെറിയ എപ്പിസോഡായിട്ടാണ് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന്. സോ 21 ഡേയ്സിന്റെ ഒരു ടൈം ടേബിൾ ആണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. 21 ദിവസം കൊണ്ട് 13 ചാപ്റ്റേഴ്സ്. എത്ര സമയം എങ്ങനെ പഠിക്കണമെന്ന് സൂചിപ്പിച്ചു. തീർച്ചയായും ഈ 13 ചാപ്റ്റേഴ്സിന്റെയും ഫോക്കസ് ഏരിയ, ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, ഫോക്കസ് ഏരിയ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 4 പാർട്ടായിട്ട് പ്ലേലിസ്റ്റിലുണ്ട്. അതുപോലെ ഈ 13 ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസ്സസ് അല്ലെങ്കിൽ പ്രീവിയസ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ, +2 എക്സാം റിവിഷൻ ക്ലാസ് പ്ലസ് പ്രീവിയസ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻസ് എന്ന ഫോൾഡറിൽ പ്ലേലിസ്റ്റിലുണ്ട്. എല്ലാ വിഭവങ്ങളും പ്ലേലിസ്റ്റിലുണ്ട്. കൃത്യമായി ക്ലാസ് കണ്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എങ്കിലും ചില കുട്ടികൾക്കെങ്കിലും ആ പ്ലേലിസ്റ്റിൽ നിന്ന് ക്ലാസ് കണ്ടെത്തുക, അതിന്റെ നോട്ട്സ് കണ്ടെത്തുക കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ തീർച്ചയായും അതിനും നിങ്ങളെ സഹായിക്കാൻ എനിക്കാകും. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിരുന്നു, +2 റിവിഷൻ ക്ലാസ് എന്ന പേരിൽ. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ക്ലാസ്സുകൾ ഈ ടൈം ടേബിൾ വെച്ച് തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതായത് ഇന്ന് വൈകുന്നേരം 13-ാം തീയതി വൈകുന്നേരം ഫസ്റ്റ് ചാപ്റ്ററിന്റെ എക്സാം റിവിഷൻ ക്ലാസും അതിന്റെ നോട്ട്സും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തൊട്ടടുത്ത ദിവസം ഈ പറഞ്ഞ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ ദിവസവും ഏതൊക്കെ ക്ലാസ് ആണ് നിങ്ങൾ കാണേണ്ടത് എന്ന് കൃത്യമായി നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ആ ക്ലാസിന്റെ ലിങ്ക് നൽകുകയും ഒപ്പം അതിന്റെ നോട്ട്സും ഞാൻ നൽകും. തീർച്ചയായിട്ടും ഈ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ആ താല്പര്യമുള്ളവർ, ആ ക്ലാസ് കാണണം എന്ന് താല്പര്യമുള്ളവർ തീർച്ചയായും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനും സാധിക്കും. സോ നമ്മുടെ റിവിഷൻ ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തീർച്ചയായും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കൃത്യമായി അതാത് ദിവസങ്ങളുടെ ക്ലാസ് ലിങ്കും അതിന്റെ നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഭംഗിയായി എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.